ലഹരിമരുന്ന് വിൽപ്പന നടത്തിയതിന് സംസ്ഥാനത്ത് ആദ്യമായി യുവതിക്ക് കരുതൽ തടങ്കൽ. മയക്കുമരുന്ന് വിൽപ്പന കേസുകളിലൂടെ കുപ്രസിദ്ധയായ ബുള്ളറ്റ് ലേഡിയെ കരുതൽ തടങ്കലിൽ ആക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരത്തിലെ സ്ത്രീകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. നിഖിലയെ ബംഗളൂരുവിൽ നിന്നാണ് തളിപ്പറമ്പ് എക്സൈസ് സംഘം പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു അറസ്റ്റ്. നിഖിലയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. പയ്യന്നൂർ പൂഞ്ചക്കാട് മുല്ലക്കോട് അണക്കെട്ടിന് സമീപത്തെ നിഖിലയെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. 31 വയസ്സാണ്. 2023 ഡിസംബർ 1-നാണ് വീട്ടിൽ സൂക്ഷിച്ച 1.6 കിലോ കഞ്ചാവുമായി എക്സൈസ് സംഘം നിഖിലയെ ആദ്യമായി അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവേ കഴിഞ്ഞ ഫെബ്രുവരി 22-ന് 4.006 ഗ്രാം മെത്താഫിറ്റമിനുമായി വീണ്ടും അറസ്റ്റിലായി. തുടർച്ചയായി 2 കേസുകളിൽ പ്രതിയായതിന്റെ അടിസ്ഥാനത്തിലാണ് കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിന് കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ശുപാർശ ചെയ്തത്. പിറ്റ് NDPS ആക്ട് പ്രകാരം പിടികൂടുന്നതിനായി അന്വേഷക സംഘം പയ്യന്നൂരിലെ വീട്ടിലെത്തിയെങ്കിലും നിഖിലയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ബംഗളൂരുവിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കേരള പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്, എക്സൈസ് സൈബർ സെല്ല്, സെൻട്രൽ ക്രൈംബ്രാഞ്ച് നാർക്കോട്ടിക് വിംഗ് ബംഗളൂരു മടിവാള പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് വൃന്ദാവൻ നഗറിൽ താമസിച്ചു വന്ന നിഖിലയെ കണ്ടെത്തിയത്. കരുതൽ തടങ്കലിന്റെ കാലാവധി 6 മാസമാണ്. ബുള്ളറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്നതിനാലാണ് ബുള്ളറ്റ് ലേഡി എന്ന പേരിൽ നിഖില അറിയപ്പെട്ടത്. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന സ്വഭാവം നിഖിലയ്ക്കുണ്ട്. ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് തിരിഞ്ഞതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. കേരള പോലീസിന്റെയും ബംഗളൂരു പോലീസിന്റെയും സഹായത്തോടെ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. സതീഷും സംഘവുമാണ് ഒളിവിൽ കഴിയുകയായിരുന്ന നിഖിലയെ അറസ്റ്റ് ചെയ്തത്. സ്കൂൾ പഠനകാലത്ത് മിടുക്കിയായിരുന്ന പെൺകുട്ടി ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ പോലും അറിയപ്പെടുന്ന ലഹരി വിൽപ്പനക്കാരിയായി മാറിയിരിക്കുന്നു. ഇത് മലയാളി സമൂഹത്തെ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നീങ്ങി പിന്നീട് വിൽപ്പനയിലേക്ക് വഴിമാറിയ ജീവിതമാണ് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന നിഖിലയ്ക്കുള്ളത്. പയ്യന്നൂരിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്തു വരവേ കഞ്ചാവ് വിൽപ്പനയുടെ പേരിൽ അന്ന് പിടിയിലായിരുന്നു. ആദ്യം ഉപയോഗം, പിന്നെ ഇത് വിൽപ്പന നടത്താൻ ശ്രമിച്ചു. അതിന് പിന്നാലെ ഇത്തരത്തിൽ നിഖിലയുടെ സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഒളിവിൽ കഴിയുകയായിരുന്ന നിഖിലയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു നിഖിലയെ അറസ്റ്റ് ചെയ്തത്. ഈ കരുതൽ തടങ്കലിലാക്കുന്നത് വഴി ഇത്തരത്തിൽ ലഹരി വ്യാപാരത്തിലെ സ്ത്രീകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.